അനിൽ ആൻ്റണിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി. ശ്രീ അനിൽ ആൻ്റണി, അവസാന മിനിറ്റുകളിലൂടെയാണ് പോകുന്നത്. നാളെ രാവിലെ വോട്ടെടുപ്പ് തുടങ്ങുന്നു. ഇപ്പോൾ മനസ്സിൽ എന്താണ്? മനസ്സിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോഴെന്താണ് താങ്കളുടെ മനസ്സ് പറയുന്നത്? തീർച്ചയായിട്ടും ഇന്നിപ്പം പരസ്യ പ്രചാരണമെല്ലാം അവസാനിച്ചു. ഇന്നിപ്പം നിശബ്ദ പ്രചരണവും അവസാനിക്കുകയാണ്. നാളെ രാവിലെ തെരഞ്ഞെടുപ്പാണ്. അപ്പം ഇങ്ങനെ ഈ പത്തനംതിട്ട പോലത്തെ ഒരു മണ്ഡലത്തിൽ എനിക്ക് വന്ന് മത്സരിക്കാനും കഴിഞ്ഞ 50-55 ദിവസമായിട്ട് ഈ മണ്ഡലത്തിൽ എല്ലാ കോർണറുകളിലും സഞ്ചരിച്ച് ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്ത് ഈ മണ്ഡലത്തെക്കുറിച്ചെല്ലാം പഠിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ളൊരു സിറ്റുവേഷനിൽ ഈ മണ്ഡലത്തിൽ വന്നെത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അടുത്ത 5 വർഷം ഈ പത്തനംതിട്ടയെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്ന് ഈ പത്തനംതിട്ടയെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഇത് കേരള ജനതയ്ക്ക് മുമ്പിൽ മലയാളികൾക്ക് തന്നെ അഭിമാനമാവുന്നൊരു മണ്ഡലമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസവുമുണ്ട്. ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ജനങ്ങൾ കഴിഞ്ഞൊരു 50-55 ദിവസമായിട്ട് വളരെ നല്ല രീതിയിലാണ് എന്നെ റിസീവ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നോക്കൂ ശ്രീ അനിൽ ആൻ്റണി, വോട്ടെടുപ്പ് ദിവസം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, വ്യക്തിപരം തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മളെപ്പോഴും കുറേ കാലങ്ങളായി ഞങ്ങളൊക്കെ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് AK ആൻ്റണി, ഭാര്യ എലിസബത്ത്, അനിൽ ആൻ്റണി, അജിത് ആൻ്റണി, ഇവർ ഒപ്പം MMS ഉണ്ടാവും. ഇവരാണ് തെരഞ്ഞെടുപ്പിൽ പോകുന്നത്. നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കവർ ചെയ്യാറുള്ളത്. കാരണം വലിയൊരു പൊളിറ്റിക്കൽ ഫാമിലിയാണല്ലോ നിങ്ങളുടെ. ഇത്തവണ അതായിരിക്കില്ല. ഇത്തവണ ഒരേ പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ അത് രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് മണ്ഡലത്തിലേക്ക് തിരിച്ചു വരും. അത് കാരണം പിന്നെ ഇന്ന് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ഇന്ന് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരോടൊപ്പം ഞാൻ പോയി വോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പോകാൻ വ്യത്യസ്ത പാർട്ടികൾക്കാണെങ്കിലും ഒന്നിച്ച് പോയി വോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു അകൽച്ച അവിടെ ഉണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരുമല്ലോ അവിടെ. ഒരകൽച്ചയുമില്ല. പറയുന്ന പോലെ വ്യക്തിപരമായി എനിക്ക് വളരെ സ്നേഹവും കേൾക്കാം വ്യക്തിപരമായി എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയവും അതുപോലെ ജീവിതവും പേഴ്സണൽ ലൈഫും രാഷ്ട്രീയവും രണ്ടായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ശരിയാണ് ശ്രീ അനിൽ ആൻ്റണി. പക്ഷേ താങ്കൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ താങ്കളെ BJP താങ്കളെ ക്ഷണിച്ചത് പോലും AK ആൻ്റണിയുടെ മകൻ എന്ന പേര് പറഞ്ഞുകൊണ്ടാണല്ലോ. AK ആൻ്റണിയുടെ മകൻ വരെ ഇതാ BJPയിൽ എത്തിയിരിക്കുന്നു, അതാണല്ലോ പറയുന്നത്. പത്മജ വരുമ്പോഴും അതാണ് പറയുന്നത്. കരുണാകരന്റെ മകൾ പോലും ഇതാ BJPയിൽ എത്തിയിരിക്കുന്നു. പക്ഷെ AK ആൻ്റണി തന്നെ പറയുകയാണ് മകൻ പരാജയപ്പെടുമെന്ന്. അപ്പോൾ അച്ഛൻ അങ്ങനെ പറയുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങൾ ഒരു രീതിയിലും ഇതൊന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ എന്നെ വളരെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 10-15-20 വർഷമായിട്ട് വളരെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു പ്രൊഫഷണലാണ്. എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിരുന്നു ഞാൻ. ഇപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻസും അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും ജനങ്ങൾക്കറിയാം, എൻ്റെ പാർട്ടി നേതൃത്വത്തിനറിയാം. അവർക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളിൽ പലരും ഇന്ന് ഇപ്പം പറയുന്ന പോലെ ഇപ്പം നിങ്ങൾക്ക് അനിൽ ആൻ്റണിക്ക് ഒരുപാട് ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് നിങ്ങളുടെ കുഴപ്പമാണല്ലോ. ശരി, ശ്രീ അനിൽ ആൻ്റണി, ഇപ്പോൾ അനിൽ ആൻ്റണി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ടാണല്ലോ അനിൽ ആൻ്റണി വരുന്നത്. ആദ്യത്തെ അങ്ങയുടെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ ഏറ്റവും ഏതാണ്ടൊരു മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ അങ്ങയ്ക്കെതിരെ അതിശക്തമായൊരു അഴിമതി ആക്ഷേപം ഉണ്ടാകുന്നു. താങ്കളുടെ അച്ഛനെതിരായിട്ട്
പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഉണ്ടായപ്പോഴും ഒരു തരത്തിലുള്ള അഴിമതി ആക്ഷേപവും ഉണ്ടായിട്ടില്ല. ഞാൻ താങ്കൾ പറയുന്നതിനെ അംഗീകരിക്കുന്നു. താങ്കളുടെ അച്ഛനുമായി അല്ല, ഒന്ന് പറഞ്ഞോട്ടെ, ചോദിച്ചോട്ടെ. താങ്കളുടെ അച്ഛനുമായി ബന്ധപ്പെട്ടൊരു കമ്പാരിസൺ ഇക്കാര്യത്തിലില്ല. താങ്കൾക്കെതിരായിട്ടൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. അത് ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഈ കേരളത്തിൽ എന്താണ് ഒരു കുപ്രസിദ്ധനായ വ്യക്തിയുമാണ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ താങ്കൾ ക്ലിയർ ചെയ്യണം. ഒന്ന്, താങ്കൾ ആ ഇടപാടിൽ പങ്കാളിയായിരുന്നു. രണ്ട്, താങ്കൾ പറയുന്നു താങ്കൾക്കെതിരെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് അടക്കം ഗൂഢാലോചന നടത്തിയെന്ന്. ആ ദേശീയ നേതാവ് ആരാണ്? നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് തലേദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസവും നിങ്ങളിതുപോലെ നിങ്ങളുടെ അജണ്ട, നിങ്ങളുടെ ഒരു അജണ്ടയുമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഷോയിൽ വിളിച്ചു വരുത്തി. ഇന്നും നിങ്ങൾ അപ്രസക്തമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം, അനിൽ ആൻ്റണിയെ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെ വ്യക്തമായി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വളരെ നല്ല രീതിയിൽ ഇവിടെ വിജയിക്കാനും പോവുകയാണ്. സമൂഹത്തിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരാൾ 15 വർഷത്തിന് മുമ്പ് നടന്നു എന്നുള്ളൊരു കാര്യം ഇലക്ഷന് മുമ്പ് 15 ദിവസം മുമ്പ് അദ്ദേഹം വന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളുടെയൊക്കെ ചാനലിൽ തന്നെയാണ് വലിയ ബ്രേക്കിംഗ് ന്യൂസൊക്കെ ആയിട്ട് വിഷുവിൻ്റെ അന്ന് അയാൾ പ്രൂഫ് നടത്തും, ഇതാണെന്നൊക്കെ പറഞ്ഞ് അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇതേ വ്യക്തി തന്നെ 6-8 വർഷം മുമ്പ് എനിക്കെതിരെ മറ്റൊരു കേസിൽ എന്നെ പ്രതിയാക്കണമെന്നൊക്കെ പറഞ്ഞ ഒരാളുടെ അടുത്ത് പോയതിൻ്റെ പ്രൂഫെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിറ്റ്നസ്സൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ സ്റ്റുഡിയോയിൽ വന്ന് തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അവൻ നിങ്ങളെ റിലീസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതുപോലെ എനിക്കെതിരെ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾക്കെതിരെയും നിങ്ങളുടെ ഇതുപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരുടെ ആരോപണം പോലെയല്ല. എനിക്കെതിരെയുള്ള 2 സ്ഥാനാർത്ഥികൾക്കെതിരെയും ഇപ്പം ശ്രീ തോമസ് ഐസക് ED അന്വേഷണത്തിലാണ്. കേസിലെല്ലാം 9 പ്രാവശ്യം അയാൾ സമൻസിനൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ 2 ചേട്ടനും അനിയനും കുടുംബവും എല്ലാം ഇവിടുത്തെ പല സഹകരണ ബാങ്കിലും അതിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരായി. ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ 2 പേർക്ക് എതിരെ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പക്ഷെ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല. അതുപോലെ എസൻഷ്യലി നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. അതുപോലെ അനിൽ ആൻ്റണി എന്ന ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, ഇപ്പോൾ ടെക്നോളജി ഫീൽഡിലായാലും ഫോറിൻ പോളിസി ഫീൽഡിലായാലും എല്ലാം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ. 7-8 രാജ്യങ്ങൾ എന്നെ പല രീതിയിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ. അങ്ങനെയുള്ളൊരു പ്രൊഫഷണലിൽ നിങ്ങൾക്ക് AK ആൻ്റണിയുടെ മകനെന്നല്ലാതെ മറ്റൊരു രീതിയിൽ കാണത്തില്ല. കാര്യം നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളാണ്. എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസവും നിങ്ങളുടെ ഒരു അജണ്ടയുമായിട്ട് നിങ്ങൾ വരുന്നു. ഇപ്പം അനിൽ ആൻ്റണി AK ആൻ്റണിയുടെ മകനല്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ എൻ്റെ അനിൽ ആൻ്റണിയുടെ 1000-1 ക്വാളിഫിക്കേഷൻ പോലും അവർക്കില്ല. പക്ഷേ ഞാൻ അത് കാരണം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ മര്യാദയ്ക്ക് 1-2 ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. അല്ലെങ്കിൽ അത് സൈലന്റ് ക്യാമ്പയിന്റെ ലാസ്റ്റ് ദിവസമാണ്. എനിക്കതിന് സമയമില്ല. നിങ്ങളുടെ അജണ്ടയുമായിട്ട് ലാസ്റ്റ് എനിക്ക് സമയമില്ല. 55 നിങ്ങളുടെ അജണ്ടയുമായിട്ട് താങ്കൾ സമാധാനത്തോടുകൂടി കേൾക്കൂ. ഒരു സമാധാനമുണ്ടാക്കിയല്ല ഒരു കാര്യം സ്ഥാപിക്കുന്നത്. താങ്കൾ ഒരു സ്ഥാനാർത്ഥിയാണ്. താങ്കളുടെ താങ്കൾക്ക് എതിരായിട്ട് വന്ന ഒരു ആരോപണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ വേദി ഉപയോഗിച്ച് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക, ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. താങ്കൾ ഇങ്ങനെ ഈ പറയുന്ന സമാധാനം എൻ്റെ അടുത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ഞാൻ പറയുന്നതെന്ന് കേൾക്കുക. എനിക്ക് തന്നെ സമയമില്ല. ഇയാളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് സമയം. 3 പ്രാവശ്യം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPM സ്ഥാനാർത്ഥികളും കോൺഗ്രസ്സുകാരും ഒക്കെ വരുമ്പോൾ വളരെ ഇതായിട്ട് ചോദിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിതിന് സമയമില്ല. ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി. ഈ മണ്ഡലത്തിൽ